ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ട് ഫ്രീ ക്യാഷ് കിട്ടുന്നതിനെ പറ്റിയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഓഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡയറക്റ്റ് ഉണ്ട്, നേഷൻ വൈഡ് ഉണ്ട്, ലോയിഡ്സ് ഉണ്ട്. ഈ 3 ബാങ്കുകളും 175 പൗണ്ടാണ് കൊടുക്കണേ. പുതിയതായിട്ട് വന്നിട്ടുള്ളത് നാറ്റ്വെസ്റ്റിന്റെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ £150 പ്ലസ് £36 ഇയർ ക്യാഷ് ബാക്ക് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് എന്താണ് സംഭവം? കാസ് എന്ന് പറഞ്ഞാൽ CASS കാസ് എന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് സ്വിച്ചിങ് സർവീസ് ആണ് ഇത്. ഈ പരിപാടികളെല്ലാം നടത്തുന്നത് നമ്മൾ പ്രത്യേകിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡയറക്റ്റ് ഡെബിറ്റും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ പുതിയ ബാങ്കിലേക്ക് സ്വിച്ച് ആയിക്കോളും നമ്മൾ ഇതിന് ജോയിൻ ചെയ്യുമ്പോൾ കേട്ടോ. നമ്മൾ എന്താണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ക്രൈറ്റീരിയാസ് ഓരോ ബാങ്കിനും ഓരോന്നായിരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മിനിമം പെയിൻ ഉണ്ടാവും, ഇത്ര പൈസ പെർ മന്ത് നമ്മൾ അതിനകത്തേക്ക് ഇടണമെന്നുള്ളത് ഉണ്ടാവും. സെർട്ടൻ നമ്പർ ഓഫ് ഡയറക്റ്റ് ഡെബിറ്റ്സ് സ്വിച്ച് ചെയ്യണമെന്നുണ്ടാവും. ഡെബിറ്റ് കാർഡിന്റെ യൂസേജ് ഉണ്ടാവും, ഇത്ര പ്രാവശ്യം യൂസ് ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ ഓരോ ബാങ്കിനും ഓരോ ക്രൈറ്റീരിയാസ് ആയിരിക്കും. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ക്രെഡിറ്റ് സ്കോറിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത്. നമ്മൾ അത്യാവശ്യം ഇത് സോഫ്റ്റ് സെർച്ച് ആണ്, അപ്പം അത്യാവശ്യം നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററിയും ക്രെഡിറ്റ് സ്കോറും ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് വേറെ ഒരു കുഴപ്പങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഒരു ബാങ്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരിപാടിക്ക് പോരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ടെങ്കിൽ, ലോണ്, മോർഗേജ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പരിപാടിക്ക് പോകാതിരിക്കുക കേട്ടോ. ഇതിൻ്റെ ഓരോ ബാങ്കിൻ്റെ ഓരോ ക്രൈറ്റീരിയാസും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഏതൊക്കെ ബാങ്കുകളിൽ നിന്നാണ് നമുക്ക് സ്വിച്ച് ചെയ്യാന്നുള്ളത് അതിൻ്റെ ലിങ്കും എൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കേട്ടോ.